ഇരട്ടത്താപ്പാണോ വി ഡി സർക്കാരിൻ്റെ നയങ്ങളിൽ തെളിയുന്നത് എന്നതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് ഏതാണെന്നറിയാമോ? അത് ടീം UDF എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ആയതിനു ശേഷം ഏറ്റവും കുറഞ്ഞു കേട്ടിരിക്കുന്ന വാക്ക് ഏതാണെന്നറിയാമോ? അതും ടീം UDF എന്നുള്ളതാണ്. പകരം ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഞാൻ മേനൻ സതീശൻ എന്ന മട്ടിലുള്ള പ്രയോഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നയങ്ങളിൽ ഓരോ ഇടത്തും. ഞാൻ 1/2 ഡസൻ കാര്യങ്ങൾ പറയാം, സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ്. 1/2 ഡസൻ കാര്യങ്ങൾ ഈ ഇരട്ടത്താപ്പ് കൃത്യമായി നമ്മളുടെ മുന്നിൽ പ്രതിഫലിച്ച സാഹചര്യങ്ങൾ പറയാം. എങ്ങനെ, ഏതൊക്കെ രീതിയിലാണ് അന്നെടുത്ത നിലപാടേത്, ഇന്നെടുത്ത നിലപാടേത് വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിക്കാം. തുടക്കം നമുക്ക് ആദ്യം ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ധനബില്ലുമായി ബന്ധപ്പെട്ട കാര്യം, നികുതി നിർദ്ദേശവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ എടുക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വിഷയം 2018-ലും 2019-ലും CPM ഉന്നയിക്കുന്ന സമയത്ത്, ഈ വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് അന്ന് വി ഡി സതീശൻ എടുത്ത നിലപാട് വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത് കോടികളുടെ അഴിമതിയാണ് എന്നാണ്. ടു കോട്ട് വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ്. എന്നാൽ ഇന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ കോട്ട് ചെയ്യുകയാണെങ്കിലോ, ഈ വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളത് സ്വാഭാവികമായി അതിനെ നികുതി ഏർപ്പെടുത്തുക എന്നതാണ് ചെയ്തത് എന്നാണ്. കോടികളുടെ അഴിമതിയാണ് എന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ വി ഡി സതീശൻ ആരോപിച്ച അതേ വീര്യം കുറഞ്ഞ മദ്യം ഇപ്പോൾ മുഖ്യമന്ത്രിയായി ചുമതലയെടുത്ത് 3 ആഴ്ചയ്ക്കുള്ളിൽ, അതും 2 മണിക്കൂർ 57 മിനിറ്റ് കൊണ്ട് 3 വർഷത്തോളം ഫ്രീസറിലിരുന്ന ഒരു ബില്ലിനെ അല്ലെങ്കിൽ ഒരു നിയമ ഭാഗത്തെ അടർത്തിയെടുത്ത് അതിൽ നികുതി നിർദ്ദേശം നൽകി ജീവൻ കൊടുക്കാൻ പോവുകയാണ് വി ഡി സതീശൻ. നോക്കൂ, അന്ന് അത് കോടികളുടെ അഴിമതി, ഇന്നിപ്പോൾ സ്വാഭാവികമായിട്ട് നികുതി ഘടനയിൽ പരിഷ്കരണം വരേണ്ട ഒരു ഭാഗം മാത്രമായി തീരുന്നു. ഇരട്ടത്താപ്പല്ലേ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത് പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, വി ഡി സതീശൻ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ചില പ്രേക്ഷകർക്കെങ്കിലും അറിയാം, ഹരിത MLA എന്ന ടാഗ് ഉണ്ടായിരുന്ന വി ഡി സതീശൻ. അന്ന് കരിമണൽ ഖനനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പ്രതിപക്ഷത്തിൽ നിന്നുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞ വൈകാരികമായ വാക്കുണ്ട്. ടു കോട്ട് വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ്, അധികാരത്തിലെത്തിയാൽ UDF കരിമണൽ ഖനനം നിർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ടു കോട്ട് വി ഡി സതീശൻ, ധനമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ബ്ലൂ എക്കണോമിയിലടക്കം സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി കരിമണൽ ഖനനാനന്തരമുള്ള മൂല്യവർദ്ധനവിലടക്കമുള്ള കാര്യങ്ങളിൽ സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കും എന്ന് പറയുന്ന വി ഡി സതീശൻ, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കരിമണൽ ഖനനം പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന് പറയുക, ഭരണപക്ഷത്തെത്തുമ്പോൾ കരിമണൽ ഖനനാനന്തരമുള്ള മൂല്യവർദ്ധനത്തിലടക്കം സ്വകാര്യ പങ്കാളിത്തം അനുവദിച്ചുകൊണ്ട് ബ്ലൂ എക്കണോമിയെ നിർവചിക്കുന്ന വി ഡി സതീശനായി മാറുക. നമ്പർ 3 PMCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് വലിയ ചർച്ചകൾ നടക്കുന്ന സമയത്ത് CPIയിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഇടതുമുന്നണിയിൽ ഉയരുന്ന സമയത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ പറഞ്ഞത്, ടു കോട്ട് വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ്, PMC പദ്ധതിയിലൂടെ ഈ സർക്കാർ കേന്ദ്രത്തിന് കീഴടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായും ധനമന്ത്രിയുമായും നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ കീഴടങ്ങൽ. ടു കോട്ട് വി ഡി സതീശൻ, ഇതൊരു ഹിന്ദുത്വ പദ്ധതിയാണ്. ഏത്? PMC പദ്ധതി. ഈ പദ്ധതി BJP CPM ഡീലിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ടു കോട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇനി ടു കോട്ട് മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ, നിർബന്ധിതരായിരിക്കുന്നു ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കാൻ. നിർബന്ധിതരായിരിക്കുന്നു ഈ പദ്ധതി ഞങ്ങൾ നടപ്പാക്കാൻ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പണം കിട്ടില്ല. പണം നിങ്ങൾ വാങ്ങിയില്ലേ എന്നാണ് ചോദിച്ചത്. ഏത് പണം? 93 കോടി രൂപ. 93 കോടി രൂപ ഈ സർക്കാർ വാങ്ങിയത് PMC പദ്ധതിയുമായി ബന്ധപ്പെട്ടാണോ? അല്ല, സർവശിക്ഷ അഭിയാനുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടേണ്ടിയിരുന്ന കുടിശ്ശിക തുകയായിരുന്നു അത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള 6 കോടിയായിരുന്നു ബാക്കി. ഈ പണമല്ലേ സംസ്ഥാന സർക്കാർ വാങ്ങിയത്? എന്നിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് PMCയെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നു അത് ഞങ്ങൾ നിർബന്ധിതരായിരിക്കുന്നു PMC പദ്ധതി നടപ്പിലാക്കാനെന്ന്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അത് BJP CPM ഡീൽ, ഭരണപക്ഷത്ത് വരുമ്പോൾ നിർബന്ധിതരായി ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയായിട്ട് മാറുന്നു. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. നമ്പർ 4, സർവകലാശാലകളിൽ ഗവർണർക്ക് കീഴടങ്ങുകയാണ്. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള നാടകങ്ങളിൽ ഞങ്ങൾ എന്തിന് പങ്കുപറ്റണം ചോദിക്കുന്നത് ആരാണ്? ടു കോട്ട് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ. എന്നാൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയാകുമ്പോൾ അതിനുശേഷം സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നടക്കുന്ന കാവ്യവൽക്കരണത്തോടെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന വി ഡി സതീശനെയും കാറ്റിന് കല്ല് പിടിച്ചതുപോലെ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമാണ് നമ്മൾ കാണുന്നത്. കേരള സർവകലാശാലയിൽ ബോർഡ് ഓഫ് സ്റ്റഡീസിലേക്ക് VC സ്വന്തം ഇഷ്ടപ്രകാരം സിൻഡിക്കേറ്റിനെ നോക്കുകുത്തിയാക്കി നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്നു. എവിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ? പ്രതികരണമില്ലല്ലോ. കീഴടങ്ങിയോ ഗവർണർക്ക്?
എന്തിന് ഈ വന്ദേ മാതരത്തിന്റെ പൂർണ്ണമായ സ്റ്റാൻസ പാടി അതിന് പൂർണ്ണമായും കീഴടങ്ങി നിന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു വാക്ക് ചോദിച്ചോ ലോക്ഭവനോട്? എന്തുകൊണ്ട് ഇങ്ങനെ പൂർണ്ണമായിട്ടും ഈ സ്റ്റാൻസ പാടി പശ്ചിമ ബംഗാളിൽ പോലും പാടാത്തത് എന്തുകൊണ്ട് ഇവിടെ പാടി? ഒരു ചോദ്യവും ചോദിച്ചില്ലല്ലോ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആ നിമിഷം മുതൽ സത്യപ്രതിജ്ഞ ചെയ്ത വേദിയിൽ മുതൽ കീഴടങ്ങി തുടങ്ങിയതല്ലേ വി ഡി സതീശൻ? എന്നിട്ട് ഒരു ന്യായീകരണം കൂടി, ഞങ്ങൾ ഏറ്റുമുട്ടാനില്ല. എന്താണ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞത്? ഗവർണർക്ക് കീഴടങ്ങി, ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള നാടകമാണിത് എന്നാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ വഴിയിൽ തടയുന്നതും ആരിഫ് മുഹമ്മദ് ഖാനെതിരെ മുഖ്യമന്ത്രി പ്രസ്താവനകൾ നടത്തുന്നതും സംസ്ഥാനത്തെ ഭരണപരാജയത്തിൽ രക്ഷിക്കാൻ വേണ്ടി ഗവർണർ നടത്തുന്ന നാടകത്തിൽ മുഖ്യമന്ത്രി പങ്കാളിയാവുന്നു എന്നാണ്. ഇപ്പോൾ വരുമ്പോൾ ആ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ഗവർണർക്ക് സാഷ്ടാംഗം പ്രണമിക്കുമ്പോൾ കീഴടങ്ങുമ്പോൾ ഒരു വാക്കും മറുപടിയായി പറയാനില്ലേ? നോക്കൂ, കേരള സർവകലാശാലയിൽ മാത്രമല്ല, ഇവിടെ MG സർവകലാശാലയിൽ ഒരു സംഘപരിവാറിന്റെ നോമിനിയായ ആളെ താൽക്കാലിക VC ആക്കി നിയമിച്ചു. എന്തേ ഒരു വാക്കും ഒഴിഞ്ഞില്ല? അവിടെ 19ഓളം സിൻഡിക്കേറ്റ് അംഗങ്ങളെ സെനറ്റിലേക്ക് സംഘപരിവാറിന്റെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയൂ, നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് കാർഷിക സർവകലാശാലയിലേക്ക് സജിത റാണി എന്ന് പറയുന്ന സംഘപരിവാർ പശ്ചാത്തലമുള്ള ഒരു VC നിയമിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ പേര് വെട്ടി എന്തേ മുഴിഞ്ഞിട്ടില്ല വി ഡി സതീശൻ മുഖ്യമന്ത്രി? എന്തേ നാവിറങ്ങിപ്പോയോ എന്നതാണ് ചോദ്യം. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് ഗവർണർക്ക് കീഴടങ്ങി ഇരുവരും ചേർന്ന് നടത്തുന്ന നാടകമെന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ ഇവിടെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞതിനു ശേഷം ഒന്നൊഴിയാതെ കേരള സർവകലാശാലയിൽ, MG സർവകലാശാലയിൽ, കാർഷിക സർവകലാശാലയിൽ, കണ്ണൂർ സർവകലാശാലയിൽ ഒന്നിടവിട്ട് എല്ലാ സർവകലാശാലകളിലും ഗവർണർ പിടിമുറുക്കുന്ന സമയത്ത് മൗനമാചരിക്കുന്ന വി ഡി സതീശനെയാണ് നിങ്ങൾ കാണുന്നത്. പോയിന്റ് നമ്പർ 4. പോയിന്റ് നമ്പർ 5, അതാണ് ഇപ്പോൾ നേരത്തെ നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനകളെ എത്രയറിയാമോ? സർക്കാർ, കേന്ദ്ര സർക്കാർ 1 രൂപയാണ് PMAYയിൽ. ബാക്കിയുള്ള 2.5 ലക്ഷം സംസ്ഥാന സർക്കാരും പ്രാദേശിക ഗവൺമെന്റും കൂടിയാണ് കൊടുക്കേണ്ടത്. ആ PM ആവാസ് യോജനയുടെ ഭാഗമായിട്ടാണ് നഗരങ്ങളിൽ വീടുകൾ പണിയേണ്ടത്. എന്നാൽ ഈ PMAY നമുക്ക് കിട്ടാത്തതിന്റെ കാരണം എന്താ? നമ്മളൊരു തീരുമാനമെടുത്തു. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ ഒന്ന് ഉദ്ധരിക്കാം. പ്രിയപ്പെട്ടവരെ, ആ വീട് അവരുടേതാണ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണ്. ടു പിണറായി വിജയൻ, ആ വീട് അവരുടേതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ലെന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി ഞാൻ ഈ വി ഡി സതീശൻ സർക്കാരിലെ തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന KM ഷാജി മന്ത്രിയുടെ വാക്കുകൾ കോട്ട് ചെയ്യാം. കേന്ദ്രവുമായി അൺഹെൽത്തി ഡിബേറ്റിന് ഞങ്ങളില്ല. ലോഗോ പതിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഈ വ്യത്യാസമാണ് LDF-ൽ നിന്നും UDF-ലേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുമോ, ഉത്തരേന്ത്യയിൽ വിവിധ സംഘപരിവാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യൻ, അവൻ ദരിദ്രനായിരിക്കാം, പക്ഷെ അവൻ്റെ ആത്മാഭിമാനം ആരുടെ മുന്നിലും പണയപ്പെടുത്താറില്ല. അവൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതൊന്നും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കില്ല. മധുവിനെ തല്ലിക്കൊന്നാൽ ഒരു വലിയ വാർത്തയായി, ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ നമ്മളത് കൈകാര്യം ചെയ്യും. ഒരു മധുവും കൊല്ലപ്പെടാൻ പാടില്ലെന്നൊരു ബോധം നമ്മുടെ മുന്നിലുണ്ട്. ഒരു മധുവിൻ്റെ വീട്ടിലും പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പേരിൽ ആരുടെ ലോഗോയും പതിക്കുന്നതിന് നമ്മളുടെ രാഷ്ട്രീയ ബോധം നമ്മളെ അനുവദിക്കുന്നില്ല. അതെങ്ങനെയാണ് നമ്മൾ ആർജിച്ചെടുത്തത്? വ്യക്തിയുടെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും മറ്റെന്തിനേക്കാളും കൂടുതൽ വില നൽകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയൻ എടുത്ത നിലപാടിന് നമ്മൾ കൈയടിച്ചു. ലൈഫിൻ്റെ പദ്ധതിയുടെ പേര് വെച്ചോ? ഇല്ല. അവിടെ വേണമെങ്കിൽ പിണറായി വിജയൻ്റെ പേര് വയ്ക്കാം, പിണറായി വിജയൻ്റെ ഫോട്ടോ വയ്ക്കാം, ധനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കാം, MP രാജേഷിൻ്റെ ഫോട്ടോ വയ്ക്കാം. വെച്ചില്ലല്ലോ. അതിനെടുത്ത നിലപാടെന്താ? ആ വാക്ക് എത്ര മനോഹരമായ വാക്ക്! അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ളതാണ്. എന്നാൽ നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ വീടിൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു, ഇത് സർക്കാർ ഔദാര്യമായി തന്ന വീട്, ഈ വീടിൻ്റെ ഐശ്വര്യം നരേന്ദ്രമോദി എന്ന മട്ടിൽ മോദിയുടെ ചിത്രം പതിപ്പിച്ച് ലോഗോ പതിപ്പിച്ച് കാണുമ്പോൾ ആ വീട്ടിലെ ഒരു കുഞ്ഞിനുണ്ടാവുന്ന വേർതിരിവ്, ആ കുഞ്ഞിലെ ഉണ്ടാവുന്ന ഒരു മനോവിഷമം എത്രത്തോളമായിരിക്കുമെന്ന് ഊഹിക്കാൻ പ്രിയപ്പെട്ട KM ഷാജി അങ്ങേക്കെന്തേ കഴിയാതെ പോയി? 5400 അടി സ്ക്വയർ ഫീറ്റിൽ 5400 അടിയുള്ള ഒരു വീട്ടിൽ താമസിച്ച് 1,62 ലക്ഷം രൂപ ചെലവിൽ ഒരു വീട് നിർമ്മിച്ച ആ വീട്ടിൽ കഴിയുന്ന KM ഷാജിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും സങ്കടവും മനസ്സിലാവില്ല. ഏത് നിമിഷവും ഈ കിടക്കയുടെ അടിയിൽ നിന്ന് 50 ലക്ഷം രൂപ, 1/2 കോടി രൂപ പിടിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല. അതിന് സെൻസിബിലിറ്റി സാധാരണ ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് വേണം. അങ്ങനെയുള്ള സെൻസിബിലിറ്റി ഇല്ലാത്തപ്പോൾ മാത്രമേ PMAYയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലോഗോ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ പതിക്കുന്നത് നിസ്സാരമായി കാണാൻ KM ഷാജിക്ക് കഴിയൂ. അതാണ് KM ഷാജി പറഞ്ഞ വാചകം. ടു കോട്ട് KM ഷാജി, കേന്ദ്രവുമായി ഒരു അൺഹെൽത്തി കോമ്പറ്റീഷനിൽ വേണം സാർ. ചില സമയങ്ങളിൽ കോമ്പറ്റീഷൻ വേണം, ചില സമയങ്ങളിൽ സമരം വേണം. ആ സമരം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അതല്ലെങ്കിൽ
5400 കോടി സ്ക്വയർ ഫീറ്റിന്റെ വലുപ്പത്തിൽ 1,62,00,000 രൂപയ്ക്ക് ലോൺ എടുക്കാത്ത വീട് വെച്ചു എന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒന്ന്, കേരളത്തിലെ 4 ലക്ഷത്തിന് വേണ്ടി നിൽക്കുന്ന ഈ ലൈഫ് മിഷന്റെ ഭാഗമായി വീട് വാങ്ങുന്ന സാധാരണക്കാരായ മനുഷ്യർക്കുണ്ട്. അവർക്കുള്ളതിന്റെ പേരാണ് ആത്മാഭിമാനം. ആ ആത്മാഭിമാനത്തിന് വില പറയാനുള്ള സൗകര്യം ഒരുക്കരുത് അങ്ങ്. ദയവ് ചെയ്ത് അങ്ങ് ആ പറഞ്ഞത് പിൻവലിക്കണം. ഈ കേരളം ഇതുവരെ പിന്തുടർന്നു പോന്നിരുന്ന ആത്മാഭിമാനത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയത്തെ അങ്ങ് റദ്ദാക്കരുതെന്ന് മാത്രമേ എനിക്ക് KM ഷാജിയോട് പറയാനുള്ളൂ. അപ്പോൾ എന്താണ്? ഇരട്ടത്താപ്പാണ്. 5 വിഷയങ്ങൾ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. 6ാമത്തെ ഒരെണ്ണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 6ാമത്തത് എന്താ? നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞു, ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നില്ലേ പ്രധാന വിഷയം? ആ സ്വർണം കട്ടതാരപ്പ എന്ന് ചോദിച്ച് തിരഞ്ഞെടുപ്പിലേക്ക് വന്ന ക്യാമ്പയിൻ നടത്തിയ UDF ഒടുവിൽ ആദ്യത്തെ ദേവസ്വം ബോർഡിൽ നടത്തിയ നിയമനം ഞെട്ടിപ്പോയി. സ്വർണം കട്ടവനോടൊപ്പം സ്വർണം കട്ടു എന്ന് SIT കരുതുന്ന സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഹാജരായ അഭിഭാഷകനെ അതേ ദേവസ്വം ബോർഡിന്റെ സർക്കാരിന്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം ഞെട്ടി. ഒന്നാലോചിച്ച് നോക്കൂ. ഒരു ഭാഗത്ത് സ്വർണം കട്ടതാരപ്പ എന്ന് ചോദിക്കുക, അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ കട്ടവന്റെ അഭിഭാഷകനെ പിടിച്ച് ദേവസ്വത്തിന്റെ അഭിഭാഷകനാക്കുക. ഇതിന് ഇരട്ടത്താപ്പെന്നല്ലാതെ മറ്റെന്താണ് പറയുക? 1 മാസം കൊണ്ട് പൊഴിഞ്ഞു വീഴുന്ന മുഖംമൂടികളല്ലേ നമ്മൾ നിയമസഭയിൽ കണ്ടത്? വള്ളം കിളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റജി ചെറിയാൻ ഉന്നയിച്ച ഒരു സബ്മിഷന് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ ഒരു വാചകം കേരളം മുഴുവൻ കേട്ടതല്ലേ? ഈ മുഖംമൂടി മുഴുവൻ പിച്ച് ചിന്തപ്പെട്ടതല്ലേ? ഇരട്ടത്താപ്പ് നമ്മൾ കണ്ടതല്ലേ? അതല്ലേ ഇപ്പോഴും ഈ ധനബില്ലിന്റെ ഭാഗമായി പ്രതിഫലിക്കുന്നത്? അതുകൊണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ മുഖംമൂടികളെല്ലാം പൊഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. പക്ഷേ എനിക്കിനിയും മനസ്സിലാവാത്തത് മാധു ചോദിച്ചതുപോലെ എന്താണ് PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്താൻ ഇറങ്ങിയത് എന്നാണ്. ഒരു കാരണവും ഇല്ലാതെ PK കുഞ്ഞാലിക്കുട്ടി ഒരു വള്ളി പോയി പിടിച്ചിരിക്കുകയാണ്. ആർക്കാണിത് മനസ്സിലാവുന്നത്? റജി ചെറിയാൻ മനസ്സിലാവുന്നില്ല സാർ. റജി ചെറിയാൻ നിങ്ങളുടെ മുന്നണിയിലെ MLA ആണ് സാർ. ആ MLA അതിനുശേഷവും പറഞ്ഞു എനിക്കറിയാമല്ലോ എന്നാണ് പറഞ്ഞത്. ആ ശബ്ദം നമ്മൾ കേട്ടതാണ് സാർ. നിങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിയാലൊന്നും ആ ഉരിഞ്ഞു വീഴുന്ന ആ മുഖം മൂടിയൊന്നും ആ സ്ഥാനത്തേക്ക് പോകില്ല എന്നുള്ളത് മാത്രം ഈ വള്ളിയിൽ പിടിച്ച് ദയവ് ചെയ്ത് PK കുഞ്ഞാലിക്കുട്ടി അങ്ങേക്കുള്ള പേരങ്ങ് നശിപ്പിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇരട്ടത്താപ്പോ എന്നുള്ളതാണ് ചോദ്യം. ഇരട്ടത്താപ്പാണ്, ഇരട്ടത്താപ്പിന്റെ ആശാന്മാരാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇനി വരും ദിവസങ്ങളിലും അത് VM സുധീരനും KC വേണുഗോപാലിനും ഒക്കെ പുല്ലുവിലയിലെ കൊടുത്തിരിക്കുന്നത്. പുല്ലുവില എന്നിട്ടാണ് ധനബില്ലിൽ പറഞ്ഞ് ജൂലൈ 1-ാം തീയതി ധനബില്ലിന്റെ ഭാഗമായി പാസ്സാക്കാൻ പോവുകയാണ്. ധനബില്ലിൽ ഇത് പാസ്സായാൽ, ഇത് നിയമമായി കഴിഞ്ഞാൽ നാളെ ബക്കാഡി ബ്രീസർ എന്ന കമ്പനിയുടെ മാനേജർക്ക് ഹൈക്കോടതിയിൽ പോകാം. ഞങ്ങൾക്ക് ഈ 120% നികുതിയിൽ ഞങ്ങളുടെ മദ്യം ഇവിടെ വിൽക്കുന്നതിന് കഴിയണം, അതല്ലെങ്കിൽ ആ മദ്യത്തെ വിലക്കിക്കൊണ്ട് സർക്കാർ ഒരു ഉത്തരവിറക്കണം, ആ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ എക്സൈസ് കമ്മീഷണർ ശ്രമിക്കണം. ഇതിനൊക്കെയുള്ള ഒരു സാഹചര്യം എന്തിനൊരുക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ പറഞ്ഞല്ലോ ഞാൻ എന്ന ഭാവങ്ങളെ എന്ന്. ആ കവിതയിൽ വയലാർ രാമവർമ്മ പറയുന്ന അടുത്തൊരു വരി കൂടിയുണ്ട്. അത് പ്രാകൃതമാണ്, അത് പ്രാകൃത യുഗമുഖ ഛായകളാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. Meet the editors.